പ്രതിപക്ഷ കക്ഷിയായ CPM-ന്റെ നിലപാടുകളെയും രാഷ്ട്രീയ സമീപനങ്ങളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറിയും MP-യുമായ KC വേണുഗോപാൽ രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വന്തം മുഖം വികൃതമായതിന് CPM എന്തിനാണ് രാഹുൽ ഗാന്ധിയെ പഴിക്കുന്നതെന്ന ചോദ്യമാണ് അദ്ദേഹം ശക്തമായി ഉന്നയിക്കുന്നത്. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന്റെ ശക്തമായ പിന്തുണയും സഹായം കൊണ്ട് മാത്രം പാർലമെന്റിൽ തങ്ങളുടെ അസ്തിത്വവും അംഗത്വവും നിലനിർത്താൻ സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്ന യാഥാർത്ഥ്യം അവർ വിസ്മരിക്കരുത്. എന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെയും രാഷ്ട്രീയ നിലപാടുകളെയും ചോദ്യം ചെയ്യാൻ CPM തയ്യാറാകുന്നത് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ അപകർഷതാബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. CPM-ന്റെ ഇപ്പോഴത്തെ ഘടനാപരവും രാഷ്ട്രീയവുമായ തകർച്ചയ്ക്ക് കാരണം അവരുടെ സങ്കുചിതമായ കാഴ്ചപ്പാടാണ്. തിരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി നേരിടുന്ന ദയനീയ പരാജയങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിന് പകരം രാഹുൽ ഗാന്ധിക്ക് മേൽ കുതിര കയറാൻ നിന്നാൽ CPM-നെ ഭാവിയിൽ കാത്തിരിക്കുന്നത് ഇതിലും വലിയ രാഷ്ട്രീയ പരാജയമായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. CPM-ന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടുന്നതാണ് KC വേണുഗോപാലിന്റെ വാക്കുകൾ. രാഹുൽ ഗാന്ധിയുടെ ചിത്രം കാണിച്ച് വോട്ട് വാങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ വിജയിച്ച് പാർലമെന്റിൽ എത്തിയവരാണ് ഇപ്പോൾ നാണമില്ലാതെ അദ്ദേഹത്തെ ED ഏജന്റ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത്. ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നത് എന്നത്. എന്നാൽ ഈ ജനാധിപത്യ വസ്തുത ഉൾക്കൊള്ളാൻ പോലും CPM നേതൃത്വം തയ്യാറാകുന്നില്ല. സ്വന്തം അസ്തിത്വവും ജനസ്വാധീനവും പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിലും CPM നേതൃത്വം രാഹുൽ ഗാന്ധിയുടെ നേതൃപാടവത്തെ ചോദ്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അപഹാസ്യമാണ്. ഇന്ന് കേരളത്തിൽ പോലും ജനപിന്തുണ നഷ്ടപ്പെട്ട് പ്രതിപക്ഷമായി ചുരുങ്ങിയിരിക്കുന്ന CPM-ന്റെ രാഷ്ട്രീയ അപകർഷബോധമാണ് ഇതിലൂടെയെല്ലാം പുറത്തുവരുന്നത്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിട്ട ദയനീയ പരാജയങ്ങളാണ് CPM-നെ കൊണ്ട് ഇത്തരം അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയിക്കുന്നത്. തോൽവിയുടെ യഥാർത്ഥ കാരണങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിച്ച് തിരുത്തുന്നതിന് പകരം കോൺഗ്രസ് നേതൃത്വത്തെയും രാഹുൽ ഗാന്ധിയെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമീപനം തുടർന്നാൽ കനത്ത തിരിച്ചടിയായിരിക്കും വരും ദിവസങ്ങളിൽ CPM-നെ കാത്തിരിക്കുന്നത്. ഇന്ത്യ മുന്നണി എന്നത് BJP-യുടെ ഏകാധിപത്യ ഭരണത്തിൽ നിന്നും രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും പരമാധികാരത്തെയും ഭരണഘടനയും സംരക്ഷിക്കാൻ കോൺഗ്രസ് പാർട്ടി മുൻകൈയെടുത്ത് രൂപീകരിച്ച ഒരു വിശാലമായ വേദിയാണ്. വർഗീയ ശക്തികളെയും BJP-യെയും അധികാരഭ്രഷ്ടരാക്കുകയെന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ സഖ്യം രൂപപ്പെട്ടത്. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന അന്തരിച്ച സീതാറാം യെച്ചൂരിക്ക് ഈ സഖ്യ രൂപീകരണത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും അതിന്റെ അനിവാര്യതയെക്കുറിച്ചും വളരെ വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ CPM നേതൃത്വം ആ ലക്ഷ്യങ്ങളെല്ലാം മറന്നാണ് സംസാരിക്കുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം കുറിച്ചുള്ള CPM-ന്റെ തെറ്റായ പ്രചാരണങ്ങൾക്കും KC വേണുഗോപാൽ കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് അധികാരത്തോടുള്ള ആർത്തി കൊണ്ടല്ല, മറിച്ച് തമിഴ്നാട്ടിൽ BJP നടപ്പിലാക്കാൻ ശ്രമിച്ച രാഷ്ട്രപതി ഭരണം പോലുള്ള ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങൾ ഒഴിവാക്കാനും അവിടെ ഒരു മതേതര സർക്കാർ നിലനിർത്താനും വേണ്ടിയാണ് കോൺഗ്രസ് അവിടെ TVK-യുമായി തിരഞ്ഞെടുപ്പിന് ശേഷം സഹകരിച്ചത്. ഇത് രാജ്യത്തിന്റെ പൊതുവായ മതേതര താൽപര്യങ്ങൾ മുൻനിർത്തിയുള്ള തീരുമാനമായിരുന്നു. കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഇതേ രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പിന്നീട് തമിഴ്നാട്ടിൽ CPM-ഉം പിന്തുടർന്നത് എന്ന കാര്യം അവർ ഇപ്പോൾ സൗകര്യപൂർവ്വം മറക്കുകയാണ്. സ്വന്തം നിലപാടുകളിലെ ഇത്തരം വൈരുദ്ധ്യങ്ങളും രാഷ്ട്രീയ ഇരട്ടത്താപ്പും മൂടിവെക്കാൻ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയും. സ്വന്തം തെറ്റുകൾ തിരുത്താൻ തയ്യാറാകാതെ മുന്നോട്ടു പോയാൽ വരും കാലങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ CPM തുടച്ചു നീക്കപ്പെടുമെന്ന് വേണുഗോപാൽ പറഞ്ഞു വെക്കുന്നുണ്ട്.